ഹലോ ഗെയ്സ്, ഇറ്റ്സ് മീ യോഗോ ലെജൻഡ് ഗെയ്സ്. ഇന്നാണെങ്കിൽ ഞാൻ കളിക്കുന്നത് +1 ഓറ പെർ ക്ലിക്ക് എന്ന് പറഞ്ഞ ഗെയിമാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോവുക, വിൻ കളക്ട് ചെയ്യുക, റീബർത്ത് ചെയ്യുക, എന്നിട്ട് ലെവലപ്പ് ചെയ്യുക. ഇത് തന്നെയാണ് ഈ ഗെയിമിൻ്റെ മെയിനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ കൈ ഇപ്പോൾ തന്നെ കഴക്കുന്നുണ്ട് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ചെയ്തുകൊണ്ടേ നിൽക്കാം. അപ്പോൾ കുറച്ച് വിൻസ് കിട്ടുമ്പോൾ ആ ചുമന്ന സാധനം നമുക്കതുകൊണ്ട് ഇതെന്തോ അത് നൂഡിൽസാണോ, ഇപ്പി നൂഡിൽസോ അത്. ഓക്കെ, ഒരു ബേക്കൺ ഹെഡാണല്ലോ ഞാൻ. ഓക്കെ, നമുക്കെന്തായാലും ഇതിപ്പോൾ എൻ്റെ ആൾട്ട് അക്കൗണ്ടാണ്. അഥവാ നമുക്കൊരു 10 മിനിറ്റിനകം ഈ ആൾട്ട് അക്കൗണ്ടിൽ നമുക്ക് ബഫ്ഡ് അപ്പ് ആവാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിലോട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നോക്കാം. ഇപ്പോൾ തന്നെ ഞാൻ പച്ചയായ ഹൾക്കായ ഞാൻ ഇതെന്തോ സാധനം ഇത്. ഓക്കെ നമുക്കെന്തായാലും നടന്നുകൊണ്ടിരിക്കാം. ഇപ്പം ഞെക്കും തോറും പിന്നെ ഒരു ഇതേ കിട്ടുന്നുള്ളൂ, ഒരു ഓറ കിട്ടുന്നുള്ളൂ. ഇനി ഈ സാധനത്തിൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ നമുക്ക് 2 ഇതായിട്ട് കിട്ടും, 2 ക്ലിപ്പർ. കുറേ നൂബുകളും ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഞാനും ഒരു ന്യൂബാണ്. സോ ഓക്കെ, ഇത് കളിച്ചു നോക്കാം. ഓക്കെ, സ്റ്റേജ് 2 കടക്കാൻ പറ്റുമോ? ഓക്കെ, കടക്കാൻ പറ്റും. സ്റ്റേജ് 3 നോക്കണോ? വേണ്ട, ഡെഡാവൂല. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഞാൻ ഡെഡാവൂലെന്ന്. ഓക്കെ, നമുക്ക് അടുത്ത ഇനി നമുക്ക് എന്തൊരു വാക്ക് പാടെന്ന് പറയാം. പക്ഷെ നമ്മളിങ്ങനെ അല്ലെങ്കിൽ ക്ലിക്ക് പാഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇത് കൂട്ടണം, അങ്ങനെ പറയാം. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു 5 മിനിറ്റ് അതിൽ ചെന്ന് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഇപ്പം എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഇപ്പോൾ ഒരു മീറ്റ് ബോളായി. അത് കുഴപ്പമില്ല ഗൈസ്, ഞാൻ ഇപ്പോൾ ഒരു മീറ്റ് ബോളായിട്ടുണ്ട്. എൻ്റെ കൈയും ശരീരമൊക്കെ നോക്കിയത് എന്തുവാ ഇത്. എനിക്ക് ആ പച്ചയിൽ ട്രെയിൻ ചെയ്യാം, പക്ഷേ പച്ചയിൽ ചെയ്യണമെങ്കിൽ ഒരു റീബർത്ത് വേണം. ഓക്കെ, ഏവനോ ഡെഡായിപ്പോയി ഗൈസ്, കണ്ടോ അത്. ഓക്കെ, ഈ വേവുകളൊക്കെ എളുപ്പമാണ്, കാരണം ഞാൻ ഇപ്പോൾ ഒരു വലിയൊരു മീറ്റ് ബോളാണ്. സോസേജാണ് ഞാൻ. സോസേജ് അല്ല, സോസേജ് വേറെയാണ്. ഓക്കെ, അത് വേറെ കാര്യം. ഓക്കെ, ഇത് ചാടി കിടക്കാനും എനിക്ക് പാടില്ല, കാരണം ഞാൻ മീറ്റ് ബോളാണ്. ഇത് നിങ്ങളത് കണ്ടോ? അത് ഞാൻ അതിൻ്റെ അപ്പുറം എത്തി, കണ്ടോ അത്? എന്നിട്ട് ഞാൻ ഡെഡായി. ഈ മീറ്റ് ബോളായി ഞാൻ ഇനി അങ്ങനെ വരെ നടന്നു പോകണം. ഓക്കെ, എൻ്റെ വിരൽ ഇരുന്ന് കരയുകയാണ് ഗൈസ്, കരയുകയാണ്. ഓക്കെ, നമുക്കെന്തായാലും ഇതും ചാടിക്കിടക്കണം. ജമ്പ്. ഓക്കെ, ഭാഗ്യമുണ്ട്. ഓക്കെ, നമുക്ക് 25 വിൻസ്. അതെന്തോ വീണ്ടും ബാക്ക് പാഡ് ഇതായില്ലേ. അത് നമുക്ക് വീണ്ടും പോവാം, കുറച്ചിങ്ങനെ വിൻസ് കളക്ട് ചെയ്യുക. പിന്നെ ഇത് P2 വിന്നില്ല, Pay to win ഇല്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട. ഞാൻ വേറെ ആരെയും കണക്ക് Pay to win കളിക്കില്ല. അതുപോലെ എൻ്റെ Pay to win ചെയ്യാൻ റോബക്സ് ഇല്ല, അതുകൊണ്ട് വീണ്ടും ഭാഗ്യമുണ്ട്. ഒക്കെ, അവനെ ഒരുത്തൻ തിരിച്ച് കയറി പോകുന്നുണ്ട്. അതിന് അവനെ ഇത് കടക്കാൻ പറ്റൂല. എനിക്കിത് ഇനിയെങ്കിലും കടക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ്. ഇപ്പം എനിക്ക് 75 ആണെന്ന് തോന്നുന്നു. എത്രയോ വിൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. അത് കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി ഒന്നും കൂടെ മെഡിറ്റേഷൻ ചെയ്യണം. ഞാൻ മ്യൂട്ടേഷനാണ്. ഓക്കെ, എത്തിയാലും കൂടെ മെഡിറ്റേഷൻ ചെയ്യാം നമുക്ക്. ഞാൻ വീണ്ടും ഹൾക്കായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഈ ഹൾക്കായ ഇതെന്തോ ഇത് രണ്ടാമത്തെ വെട്ടമാണല്ലോ, എസ് കൊടുത്തു വിടാം. ഇനിയെങ്കിലും ഒത്തിരി മിണ്ടാതിരിക്കുമല്ലോ. ഓക്കെ ഗൈസ്, ഇനി ഈ ഹൾക്ക് ഇവിടെ ഒരു ഗിഫ്റ്റ് നോക്കാം. ക്ലെയിംഡ് ആര് ക്ലെയിം ചെയ്ത്? ഞാൻ ക്ലെയിമൊന്നും ചെയ്തില്ല, പക്ഷേ അതിൽ ക്ലെയിംഡെന്നാണ് കാണിക്കണം. 6 ഗൈസ്. എനിക്ക് തോന്നുന്നത് എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ക്ലെയിം ചെയ്ത, എന്നാലും ഇത് ആൾട്ടല്ലേ, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും
നമുക്ക് ഇപ്പം എനിക്ക് ഇതും കടക്കാൻ പറ്റും. നമുക്ക് ഇനി ഇത് കടക്കാൻ പറ്റുമോ നോക്കാം. ലേസർ ബീംസും ഞാൻ കടന്നിട്ടുണ്ട്. 250 വിൻസ് എടുക്കണോ, ഈ 250 വിൻസ് എടുക്കണോ, മുമ്പോട്ട് പോകണം. മുമ്പോട്ടാണെങ്കിൽ എയർ ഫ്രയർ കണക്കത്തെ എന്തോ സാധനത്തിൽ നിന്ന് എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മുമ്പോട്ട് പോകണോ അതോ ഈ 250 എടുക്കണം. ഓക്കെ. കാരണം അഥവാ മുമ്പോട്ട് ആ എയർ ഫ്രയറിനെ കരിച്ച് കളയണമെങ്കിൽ കുഴപ്പമില്ല. 3 മിനിറ്റ്സ് എടുത്തതിന്. ഓക്കെ. 50 പെർ ക്ലിക്കാണ്. അപ്പോൾ എനിക്ക് ഒരു ക്ലിക്കിന് 50 കിട്ടും. അതുപോലെ എനിക്ക് ഈ അക്കൗണ്ടിൽ എനിക്ക് റീബർത്ത് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ ഈ അക്കൗണ്ടിൽ തന്നെ തുടരും. അതൊരു 10 മിനിറ്റ് സമയമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിലോട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. മെയിൻ അക്കൗണ്ടിൽ ഞാൻ ഒരു ഐ ആം ബഫ്ഡ് അപ്പ് ആണ് കേസ്, ബഫ്ഡ് അപ്പ്. അതുകൊണ്ട് നമുക്ക് എൻ്റെ മെയിൻ അക്കൗണ്ടിലോട്ട് പിന്നീട് ജോയിൻ ചെയ്യാം. ഇപ്പം എന്നാൽ ഇത് നോക്കാം. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഈ സ്റ്റേജൊക്കെ ഈസി പീസിയാണ് കേസ്. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ സ്റ്റേജ് 7 കടക്കാൻ പറ്റുമോ എന്തോ. എന്തായാലും ഇത്തിരി നേരം ഇവിടെ നിന്ന് ഹെൽത്ത് കൂട്ടാം. ഹെൽത്ത് കൂട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം. റെഡ് ആവോ? 6 കേസ്, 6 നമുക്ക് ഇത് ചെയ്തു പോകണോ? നമുക്ക് എന്തായാലും നിന്ന് ഹെൽത്ത് കൂട്ടാം. എന്നിട്ട് പയ്യെ പോയി നോക്കാം. അയ്യോ എടാ യോക്കോ മണ്ട കേസ്, ഞാൻ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറന്നു. ക്ലിക്ക് ചെയ്തെങ്കിൽ എനിക്ക് കൂടെ സ്പീഡിൽ ഇങ്ങനെ ചാടി ഇങ്ങനെ പോകാൻ പറ്റുമെന്ന്. ഈ സുനാമി, ഇത് മറ്റേ അതൊരു ഗെയിം ഉണ്ടാകും, ഇതെന്തോ സാധനം, സുനാമി എസ്കേപ്പോ അങ്ങനെ അതൊരു ഗെയിം ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇതിലെന്തോ ക്ലൈൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇൻവെൻറ്റോറി എടുത്തു പോകാം. ഇൻവെൻറ്റോറിയിലും ഒന്നുമില്ല. എന്തോ അപ്പോൾ ഈ ക്ലെയിം എന്ന അവർ ഉദ്ദേശിക്കുന്നത് എന്തോ ആയിരിക്കും എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ നമുക്ക് 390 ഏകദേശം 390 വിൻസ് ഉണ്ട്. നമുക്ക് ഐ തിങ്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒരു 5-10 വിൻസും കൂടെ വേണം, എന്നാൽ നമുക്ക് റിബർത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ റീബർത്ത് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് നല്ലതായിരുന്നു. കാരണം അന്ന് അതൊരു ബൂസ്റ്റ് തരും റീബർത്ത്. പക്ഷേ എനിക്ക് തോന്നണില്ല ഈ അക്കൗണ്ടിൽ, കാരണം ഇപ്പം തന്നെ എനിക്ക് 640 ആയതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ആണല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ ഞാൻ ലെവൽ 34 ആയതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫുൾ സ്റ്റേജിങ് കടക്കാൻ പറ്റൂലായിരിക്കും. പക്ഷേ മറ്റേ കീബോർഡ് എസ്കേപ്പ് എന്ന് പറഞ്ഞ ഗെയിം, ഈ ഗെയിം കീബോർഡ് എസ്കേപ്പിൻ്റെ ഒരു കോപ്പിയാണെന്ന് ഞാൻ പറയും. ഓക്കെ ഗെയ്സ്, ഞാൻ ഒരു ഹൾക്കാണ്. കാരണം അതിൽ നമ്മൾ നടക്കുമ്പോൾ ഈ സ്പീഡ് കൂടുന്നു, ഇതിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ സ്പീഡ് കൂടുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഇനി ആരെ കോപ്പി അടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ പറഞ്ഞും കൂടാ. പിന്നെ ഇനി ഞാൻ എന്തായാലും എൻ്റെ മെയിൻ അക്കൗണ്ടാണ് ഗെയ്സ്, ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട്. ഓക്കെ, ഇതിൽ ജോയിൻ ചെയ്ത്, കാരണം മറ്റേത് വെറുതെ എൻ്റെ സമയം ഏകദേശം 8 മിനിറ്റോളമാണ് പോയത്. അപ്പോൾ ഇനി മെയിൻ അക്കൗണ്ടിലേക്ക് ജോയിൻ ചെയ്യാം. മെയിൻ അക്കൗണ്ടിൽ ഞാൻ ഒരു ബഫ്ഡ് അപ്പാണ് മെയിൻ അക്കൗണ്ടിൽ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചാടി പോകാൻ പറ്റും. ഓക്കെ, എന്താ സ്ക്രീൻ ഇരുന്നാണൊക്കെ തോന്നുന്നത്, എനിക്കറിഞ്ഞൂടാ. ഇതെന്തുവാ ഇത്, 2 അക്കൗണ്ടിൽ ഒരുപോലെ കാണിക്കുന്നു. ഞാൻ 2ലും ഇതാക്കിയതാണല്ലോ. ഓക്കെ, ഇത് കറങ്ങുന്ന എന്തോ സാധനമുണ്ട് ഇതിൽ. ഓക്കെ, ഇത് റേഡിയേഷൻ ലാവ നമുക്ക് കടക്കാം, അതും പാടില്ല. ഐസും കുഴപ്പമില്ല, ഐസൊക്കെ പെട്ടെന്ന് നമുക്ക് ചാടി പോകുന്നത്. ലാവയും കുഴപ്പമില്ല. ഇതെന്തോ ഫൗണ്ടനോ ഇത്. ഓക്കെ, ഇതൊക്കെ എനിക്ക് ഈസിയാണ്. പക്ഷേ ഇനി ഒരു സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. അതിൽ ഈ ഓറ ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ആ സ്റ്റേജ് 21. ഇത്രയും ഓറ ഉള്ളതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല എങ്ങോട്ട് ചാടണേന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓറ അണച്ചത്. ഇനി കുഴപ്പമില്ല, ഇനി ഓറ കത്തി തിളങ്ങട്ടെ. അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടം അതെന്തോ അതുവഴിയൊക്കെ മൈ ബിഗ് ബൂട്ടി ഗൈസ്, ബിഗ് ബൂട്ടി. ഓക്കെ, കൈയൊക്കെ നോക്കത്. ഓക്കെ, നമുക്കെന്തായാലും സ്റ്റേജ് 24 കഴിഞ്ഞു.
ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് ഇൻ ദിസ് വേൾഡ്. ഈ വേൾഡ് 1 ലാസ്റ്റ് സ്റ്റേജാണ്. ഇത് ചാടി പയ്യെ ജമ്പ് 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 ജമ്പ്. ഓഫ്, സോറി. ഓ ജമ്പ്, വൺ മോർ ജമ്പ് ജമ്പ് ജമ്പ്. ഓ ഷിഷ്. ഓക്കെ ഗൈസ്, ഞാൻ ഫൈനലി അത് കടന്നിട്ടുണ്ട്. ഇനി ഒരു 50 ബില്യൺ വ്യൂസാണ് എനിക്കിപ്പോൾ കിട്ടിയിരുന്നത്. അതെനിക്ക് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇതെന്താ ടെലിപ്പോർട്ട് ആവാത്തേ? എല്ലാം കംപ്ലീറ്റ്. ഓ ഇവിടെ ചെന്നിരിക്കണം. കാരണം എനിക്ക് 13 ക്വാഡ്രില്യൺ റീബർത്തും ഉണ്ട്, 500 ക്വാഡ്രില്യൺ വിൻസും ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ എനിക്ക് ഇത്രയും റീബർത്തൊക്കെ എനിക്ക് ഇത്രയും ഉണ്ട്. പിന്നെ ഇത്രയും വിൻസും ഉള്ളതുകൊണ്ട് എനിക്ക് ഇത്രയും വാക്ക് പാഡുകളും ഓപ്പണാണ്. പിന്നെ എനിക്ക് ഈ 1 മില്യൻ്റെ ഈ മെഡിറ്റേഷൻ സാധനത്തിൽ പോയി ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ ലെവൽസ് പോണ പോക്ക് കേസ്. ഇപ്പോൾ തന്നെ ഞാൻ ഏകദേശം 2 ലാക്കാണോ അതോ 2 മില്യണാണോ, ആറെണ്ണോ കേസ്, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് കൂട്ടിയിട്ട് പറ. റീബർത്ത് ചെയ്യണോ? വേണ്ട. റീബർത്ത് ചെയ്താൽ ഞാൻ വീണ്ടും നൂഡിൽസ് ആയി പോകും, അതുകൊണ്ട് വേണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും ഇതുവഴിയൊക്കെ ഓടാം. ഇതൊക്കെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ഓടിപ്പോകാൻ പറ്റും. ഓക്കെ, സ്റ്റേജ് 4, സ്റ്റേജ് 5, സ്റ്റേജ് 6, സ്റ്റേജ് 7. ഇതെന്തുവാണോ എന്തോ. ഇത്രാമത്തെ വിട്ടാണ്. ഓക്കെ, ഇതും ചാടിക്കിടക്കാം. ഇത് എന്തിനാണ് അത്? എനിക്കിവിടെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, ഇവിടെ എങ്കിലുമൊക്കെ ചെന്ന് ഇങ്ങനെ നിന്ന് പയ്യെ പോവാം, കാരണം എനിക്ക് അത്രയ്ക്കും വേണ്ടി ഹെൽത്ത് ഉണ്ട്. ഓഷ്, എന്തായാലും തൊട്ടാ ഇത് കുറേ ഗെയിം പാസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പറ്റിയ ഫസ്റ്റ് വേൾഡ്. പക്ഷേ കുറേ ഗെയിം പാസ് ഉണ്ട്. ഏത് ഗെയിം? ഇവരത് ബിസിനസ്സാണ് ഈ ഗെയിം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് കീബോർഡ് എസ്കേപ്പിനെ കണക്ക് ഇതിൽ ഒരു ട്രെയിൽ വേണമെന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ ട്രെയിൽ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ട്. എത്രത്തോളം ഇതിൽ കുറേ വിൻസ് കിട്ടും കുറച്ച് നേരം ഒന്ന് ഗെയിം കളിച്ചാൽ തന്നെ. പക്ഷേ കീബോർഡ് എസ്കേപ്പിന് അങ്ങനെയല്ല, ഒരു ഇതിലേക്ക് തന്നെ കുറച്ച് വിൻസേ കിട്ടുള്ളൂ. അപ്പം ഈ വലിയ ട്രെയിലുകളൊക്കെ അത് വാങ്ങാൻ പാടായിരിക്കും. പക്ഷേ ഇതിലാണെങ്കിൽ എല്ലാവർക്കും കൂടിയ ട്രെയിൽ കാണും, കാരണം ഇതിൽ വിൻസ് കിട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കീബോർഡ് എസ്കേപ്പിലാണെങ്കിൽ മെയ്സ് ഉണ്ട്, പിന്നെ ഓടാനുള്ളതുണ്ട്, ചാടാനുള്ളത്, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇത്തിരി പാടാണ്. പക്ഷേ ഇത് ഇത്തിരി എളുപ്പമല്ലേ, ഇങ്ങനെ നടന്നങ്ങ് പോയാൽ പോരെ. അപ്പോൾ നമുക്കെന്തായാലും വീണ്ടും കളിക്കാം. ഇതും എനിക്ക് എളുപ്പമാണ്. ഇതൊക്കെ വേണ്ട, ഇതെന്തോ ടണലാണെന്ന് തോന്നുന്നു. ടണലല്ല ഇത്, എനിക്ക് തോന്നണം ഇത് ഇലക്ട്രിസിറ്റിയുടെ ഓക്കെ, ഇത് ഇലക്ട്രിസിറ്റിയുടെ എന്തുകൊണ്ടാണ്. ഫൈനലി ഗൈസ് ഞാൻ പുറത്ത് കടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇതുണ്ട് ക്രിസ്റ്റലൊക്കെ കണ്ട, എനിക്ക് ഒരു ഡാമേജ് കിട്ടൂല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ട ഭംഗിയുണ്ട്, നല്ല അടിപൊളി ഭംഗി. ഇതൊക്കെ നോക്കി പയ്യെ ആണെങ്കിൽ പോകാം. കണ്ട ഈ ലാവയൊക്കെ തന്നെ കണ്ട, ബ്യൂട്ടിഫുൾ. ഇതാണ് ഫൈനൽ സ്റ്റേജ് ഗൈസ്. ഇനി സ്റ്റേജ് ഇല്ല, ഇനി വേൾഡ് 3 ഉള്ളൂ. ഓക്കെ, ഇവിടെ എത്ര വിൻസ് ഉണ്ട്? 400 ക്വാഡ്രില്യൺ. 400 500. ഓക്കെ, ഇതിൽ എല്ലാ വാക്ക് പാഡുകളും ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേൾഡ് 3 ഞാൻ പോകുന്നത്. 3rd വേൾഡ്. ഓക്കെ, 10SX ആണ് എനിക്കിപ്പോൾ എന്തോ കിട്ടിയിട്ടുള്ളത്. നമുക്കെന്തായാലും ഇതിൽ ഇത്തുകൂടെ നേരെ ഇതിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുക. ഇപ്പം എനിക്ക് വലിയൊരു കയറ്റം തോന്നാത്ത എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വേൾഡുകളേന്ന് വാക്ക് പാഡിലെ ബൂസ്റ്റ് ഈ വേറെ വേൾഡിൽ കിട്ടൂല. അങ്ങനെ തന്നെ നോക്ക്, ഇവിടെ ബൂസ്റ്റ് ഇല്ല. ബൂസ്റ്റ് വേണമെങ്കിൽ 5 ക്വിൻറ്റില്യൺ. വാട്ട് ദ ഹെക്ക് ഗൈസ്, 5 ക്വിൻറ്റില്യൺ. നിങ്ങളത് കണ്ടോ? ഓക്കെ, ഈ ഐസിൻ്റെ മണ്ടയിലൂടെയൊക്കെ നമുക്ക് നടന്നു പോവാം. ഓക്കെ, ഇതൊക്കെ ഈസി പീസിയാണ് ഗൈസ്. നമുക്ക് വേണ്ട ഇങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റും. ഓക്കെ, ഇതിൽ ഞാൻ ഡാമേജ് ആവും. ഓക്കെ. ഓ, വീണ്ടും ഹെൽത്ത് ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, ഭാഗ്യം. 40 QI.
വാട്ട് വാട്ട് ദ ഓക്കെ ഗൈസ്, നമുക്ക് ഇനി പ്രോഗ്രസ് ആണ്. ഇനി നമുക്ക് ഒന്നും തോൽവിയില്ല, ഇനി നമുക്ക് വിജയം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഇനി കളിക്കണം. ഓക്കെ, ഇതെന്തോ ലേസർ ബീംസ് നമ്മളെ തലയിൽ നിന്ന് അടിക്കുന്നു. അതായത് ഇതെടുക്കണം, ഇത് ഇങ്ങോട്ട് പോകാം, എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, എനിക്കിപ്പോൾ തന്നെ രണ്ടാമത്തെ വാക്ക് പാഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ക്ലിക്കിൽ SP ആണ് കിട്ടുന്നത്. SP സെപ്റ്റിലിനല്ലേ? ഞാൻ റീബർത്ത് ചെയ്ത്. ഓക്കെ ഗൈസ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വീണ്ടും ഒരു നൂഡിൽസ് ആയിട്ടുണ്ട്. എൻ്റെ ഷേപ്പ് ഒറ്റ ക്ലിക്ക്, 1 ക്ലിക്ക്, ഒറ്റ ക്ലിക്കിൽ 7000 ലെവൽ 7000. വാട്ട് എ ഹാക്ക്. ഓക്കെ, വീണ്ടും ഇവിടെ ട്രെയിൻ ചെയ്ത അപ്പോൾ തന്നെ 31,000 ആയിട്ടുണ്ട്. 34,000, 36,000, 34,000. ഷീറ്റ് ഗൈസ്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും എന്ത് സ്പീഡിലാണ് ലെവൽ പോകണമെന്ന് നോക്കൂ നിങ്ങൾ. 45,000, 47,000, 48,000, 49,000, 50,000. ഓക്കെ, ഇനി റീബർത്ത് ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ വിന്ന് വേണം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ വിന്നില്ല. നമുക്ക് എന്തായാലും ഇവിടെ എത്തിരി വരെ നിന്ന് ട്രെയിൻ ചെയ്യാം, കാരണം അല്ലാതെ ഇതിൽ പറ്റില്ല. ഡെഡായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേൾഡ് 2 തന്നെ തിരിച്ചു പോയി ഇത്തിരി വിന്ന് ഒപ്പിച്ചുകൊണ്ട് വരാം. വിന്നൊപ്പിച്ച് ഇത്തിരി നേരം ട്രെയിൻ ചെയ്യാം. ഓക്കെ, 10 SX. ഓക്കെ, ഇപ്പം എനിക്ക് 1,44,000 ഉണ്ട്. ഇത്തിരിയാണ് നമുക്ക് ഇവിടെ നിന്ന് ചില്ല് ചെയ്ത് കളിച്ച് ഇത്തിരി വിൻസ് നേടാം. വിൻസ് എടുത്തിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് വേൾഡ് 3 പോവാം. ഓക്കെ, ഇവിടെയൊക്കെ എനിക്ക് കടക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം എനിക്കിപ്പോൾ മുമ്പത്തെക്കാളും എനിക്ക് ലെവൽ കുറവാണ്. മുമ്പ് എനിക്ക് 2 അതിന് വേണ്ടി ഞാൻ അത് റിക്കവർ ചെയ്തെടുത്ത് അപ്പോൾ 2 തന്നെ ആയി ഗൈസ്. ഓക്കെ, ഞാൻ അത് ശ്രദ്ധിച്ചില്ല, ആ ലെവൽ നോക്കിയില്ല, ഞാൻ അങ്ങനെ ക്ലിക്ക് ചെയ്ത് വിട്ടതേ ഉള്ളൂ. ഓക്കെ, ഈ ഭാഗം എളുപ്പമാണ്. അയ്യേ 3 ഗൈസ്. വാത്താ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് ചാടിയിട്ട്. ഓക്കെ, ദാറ്റ്സ് ഈസി പീസി ഗൈസ്. പക്ഷേ മൈ ഡം ജസ്റ്റ് ഡിഡ് നത്തിങ് there. ഇത് ലാവ, മോൾട്ടൺ ലാവ. ഓക്കെ, ഡാമേജ് ആവുന്നുണ്ട്. നമുക്ക് 20 ക്വാഡ്രില്യൺ വിൻസ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സാധനം വാക്ക് പാഡല്ല ക്ലിക്ക് പാഡിൽ, സോറി ഞാൻ പറഞ്ഞ മാർക്ക്, ക്ലിക്ക് പാഡിൽ എടുത്തിട്ട് നമുക്ക് സൗണ്ട് കുറയ്ക്കാം. ഭയങ്കര സൗണ്ട്, എൻ്റെ ചെവി അടിച്ചു പോകുന്നുണ്ട് ആ ലെവൽ ഇതാവുന്നത്. ഓക്കെ, ഇപ്പോൾ തന്നെ 15 lakh, 16 lakh, 17 lakh. ഓക്കെ, that's cool guys, that's cool. ഇപ്പോൾ തന്നെ ഏകദേശം 1.9 മില്യൺ ആയിട്ടുണ്ട്. ഏകദേശം 19 ലക്ഷം. 2 മില്യൺ. ദാറ്റ്സ് ക്രേസി ഗൈസ്. 204 സെപ്റ്റില്യൺ. ആഫ്റ്റർ കുറച്ച് നേരം ഒന്ന് ട്രെയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ആ വേൾഡിലോട്ട് പോയി ഇത്തിരി വിൻസ് എടുക്കാമായിരുന്നു. ഇനി നമുക്ക് വേൾഡ് 3 പോവാം ഗൈസ്, എന്നിട്ട് വിൻസ് എടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ എനിക്ക് 10 SX ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഏകദേശം 100% ആൾക്കാർ, എനിക്കിത് പറയുമ്പോൾ നല്ല വിഷമമുണ്ട്, ഏകദേശം 100% ആൾക്കാരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്കും ചെയ്യുന്നില്ല. നമുക്കെന്തായാലും ഇത്തിരി മുട്ട പൊട്ടിക്കാം അതിൻ്റെ വിഷമം മാറാനായിട്ട്. വോയിഡ് ഐസ്ക്രീം, ഇത് എനിക്കതാണ് താന്ന് വരെയാണെന്ന് തോന്നുന്നു. വോയിഡ് ഐസ്ക്രീം ഒക്കെ ഓട്ടോയാണ് ഞാൻ. വോയിഡ് കപ്പ് കേക്ക് ഒക്കെ താന്ന് വരെ തന്നെ. വോയിഡ് ബബിൾ ഗം, വോയിഡ് ക്യാൻഡി. ലെജൻഡറി, ദാറ്റ്സ് പ്രിറ്റി നൈസ്. എന്തുവാ? ഗൈസ്, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് പെറ്റ്സ് എനിക്കിപ്പോൾ നിറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇൻവെൻറ്ററി. അതുകൊണ്ട് ഇനി പെറ്റ്സ് എനിക്ക് വാങ്ങാൻ പറ്റില്ല. നമുക്കെന്തായാലും ഒരു ഇത് ചെയ്യാം.
ഈ ഇത് എക്യുപ്പ് ദ ബെസ്റ്റ് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഓടി തുടങ്ങാം ഗൈസ്. എന്നിട്ട് 1 QI വെച്ച് ഇവിടെ ഈ ഇത്ര കിടക്കുമ്പോൾ തന്നെ ഏകദേശം 1 QI ആണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് 2 QI ആയിട്ടുണ്ട്. ആ ക്ലിക്ക് പാഡ് കിട്ടണമെങ്കിൽ 5 QI വേണം. അപ്പോൾ നമുക്ക് ഒരു 2 വട്ടം കൂടെ മതി. അപ്പോൾ നമുക്ക് ഇത്രയും ഇത് കിട്ടും. ഇത് മാഞ്ഞു പോകുന്നു തോന്നുന്നു കേട്ടോ ആ സാധനം. ഓക്കെ, ഇനി ഒരു വട്ടം കൂടെ മതി. കാരണം ഇപ്പോൾ തന്നെ മാഞ്ഞു പോണ്. ഞാൻ പറഞ്ഞാണെങ്കിൽ മാഞ്ഞു പോകും. ഓക്കെ, 5 QI ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പൊളിക്കും. ഏതോ വേക്കൺ പ്രോയോ വേണ്ട, അവൻ്റെ ഇത് വേണ്ട. ഓക്കെ, എന്തോ ഇത്. ഓക്കെ, നമുക്ക് നല്ലൊരു എന്തേലും ഇത് ചുമ്മാ ഈ ഗെയിമിൽ തൊട്ടാൽ മതി, അപ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം എനിക്ക് ഏകദേശം 2.7 മില്യണാണ് എനിക്കിപ്പോൾ ലെവല്. എന്ന് വെച്ചാൽ ഓറ എനിക്കിപ്പോൾ non-മില്യണാണ്. എനിക്ക് ഓറ ഞാൻ ഇപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് ഓറ ഇപ്പോൾ ഇട്ടാൽ എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റില്ല. ഞാൻ ഒന്നാം മൊബൈലിലാണ് കളിക്കുന്നത്, അതുകൊണ്ട് കൊച്ചു സ്ക്രീനാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഗെയിം പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഓറ ഹിഡനായിട്ട് വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ലെവലൊക്കെ കടന്നു പോവാം ഗൈസ്. ഓക്കെ, കുറച്ച് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെല്ലണ്ട, നമുക്ക് ഇതുകൂടെ ഗ്രൈൻഡ് ചെയ്തിട്ട് പോയിട്ട് എടുക്കാം ഗൈസ്. അതല്ലേ ഒരു ഇത്, അതല്ലേ അതിനൊരു ഇതുള്ളൂ. ഓക്കെ, നമുക്ക് ഇതെടുക്കാം 5 QI. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇതെടുക്കാം. ഇനി എടുത്തിട്ട് 10 സെപ്റ്റില്യം പെർ സെക്കൻഡ് ഗൈസ്. ഗൈസ് 10 സെപ്റ്റില്യനാണ്. ഓക്കെ, നമുക്ക് ഈ ആസിഡ് കിടക്കാം. ഓക്കെ, ആസിഡും കിടക്കാൻ പറ്റും. ഇത് 10 ക്വിൻറ്റില്യണുണ്ട്. ഓക്കെ 20 ക്വിൻറ്റില്യൺ. ഇതിലൊറ്റ വിൻ സ്ട്രീക്ക് ഉണ്ടാകുന്നെങ്കിൽ ഓടിച്ചേനെ വിൻ സ്ട്രീക്ക്. കാരണം വിൻ സ്ട്രീക്ക് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വിന്നിങ്ങനെ കിട്ടും. അപ്പോൾ കുറച്ച് നേരത്തെ ഗ്രൈൻഡിങ്ങിന് ശേഷം എനിക്കിപ്പോൾ 120 ക്വിൻറ്റില്യണാണ് എനിക്ക് വിന്നുള്ളത്. പക്ഷേ വിൻ സ്ട്രീക്ക് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആ കീബോർഡ് എസ്കേപ്പ് പോലെ പിന്നെ 2 വട്ടമൊക്കെ അതിങ്ങനെ ജയിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വിൻ സ്ട്രീക്ക്. പക്ഷേ ഈ ഗെയിമിൽ അങ്ങനെ ഇല്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു ഊഹം. എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ഇതിലുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ റീസൺ. ഒരു വട്ടം കൂടെ വേണമെങ്കിൽ റീബർത്ത് ചെയ്യാമായിരുന്നു. പക്ഷേ വേണ്ട, എന്തിനാ വെറുതെ എഗ്ഗ് പൊട്ടിക്കാനും പറ്റൂല. പക്ഷേ ഓക്കെ, നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോക്കുക. പിന്നെ വേറെ വല്ലതും ഗെയിം കളിക്കാനോന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റോബ്ലോക്സിലെ അല്ല വേറൊരു ഗെയിമല്ല, റോബ്ലോക്സിലെ വല്ലതും ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കളിച്ചു നോക്കാം. അപ്പോൾ ബൈ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.